വെൽക്കം ബാക്ക് ടു AR സമരർ. എല്ലാവർക്കും ചാനലായിട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് ദേശീയപാത 6 വരിപ്പാത ഊരാളുങ്ങിൻ്റെ വിസ്മയ കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒന്നാമത്തെ റീച്ചായ കാസർഗോഡ് ജില്ലയിൽ ഊരാളുങ്കലെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ, വളരെ വൃത്തിയിലും അതോടൊപ്പം തന്നെ വേഗത്തിലും പണി പൂർത്തിയാക്കിയ ഒരു റീച്ച് തന്നെയാണ്. വെറും 8 കിലോമീറ്റർ മാത്രമാണ് ഊരാളുങ്കലിന് കിട്ടിയിരിക്കുന്നത്. ആ 8 കിലോമീറ്റർ 100% ദേശീയപാതയുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി എന്ന് മാത്രമല്ല, നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ ദേശീയപാത കടന്നു പോകുന്നത് നമ്മൾ ഒറ്റത്തൂണിലാകുമ്പോൾ തന്നെ അതിനിടയിൽ ഇഷ്ടം പോലെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, അതോടൊപ്പം തന്നെ ചെറിയൊരു ഓപ്പൺ തിയേറ്റർ, അതേപോലെ തന്നെ മിനി പാർക്ക്, അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും സാഹചര്യമുള്ള ഒരു പ്രദേശമായിട്ട് ഒരു പില്ലറിൻ്റെ മുകളിലൂടെ ദേശീയപാത കടന്നു പോകുമ്പോൾ അത്തരത്തിൽ എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ പാർക്ക് കാര്യങ്ങളൊക്കെ വരും, അതോടൊപ്പം തന്നെ ഓപ്പൺ തിയേറ്ററൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല. എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡൊക്കെ നല്ല വിശാലമായിട്ട് ദേശീയപാതയിൽ 100% താരങ്ങി ഈ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗങ്ങളിൽ ട്രാക്ക് മാർക്കിംഗ് എന്നത് മാത്രമാണ് ഈ ദേശീയപാതയിൽ പ്രധാനമായിട്ടും വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. ചില ഭാഗങ്ങളിൽ മാത്രം 8 കിലോമീറ്റർ ദേശീയപാതയ്ക്കകത്ത് 6ഓളം അണ്ടർ പാസേജ് വരുന്നുണ്ട് എന്നതും ഊരാളുങ്കലിൻ്റെ ഏറ്റവും വലിയ ഒരു വിസ്മയകരമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അതിനിടയിൽ ചെറിയ ചെറിയ അണ്ടർ പാസേജ് പോലെയുള്ള ആളുകൾക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ള ചെറിയ അണ്ടർ പാസേജ് അതിനിടയിൽ വരുന്നുണ്ട്. ആളുകൾക്ക് നടന്ന് ക്രോസ് ചെയ്ത്, അതോടൊപ്പം ചെറിയ 2 വീലേഴ്സ് കന്നുകാലികൾക്കുമൊക്കെ നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ അണ്ടർ പാസേജ് വരുന്നുണ്ട്. കാറ്റിൽ അങ്ങനെ എന്തോ അണ്ടർ പാസേജ് പേര് കൂടുതൽ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത്തരത്തിൽ അണ്ടർ പാസേജ് വരുന്നുണ്ട്. ഇപ്പോൾ 8 കിലോമീറ്ററിനുള്ളിൽ 6 അണ്ടർ പാസേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 1-2 അണ്ടർ പാസേജുകളൊക്കെ ആളുകൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് നുള്ളിപ്പാടി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വരെ ആളുകൾ സമരവുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. പക്ഷേ അത് നമുക്ക് അണ്ടർ പാസേജ് അവിടെ കിട്ടിയിട്ടില്ല. എന്തായാലും 8 കിലോമീറ്ററിൽ 6 അണ്ടർ പാസേജ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതേപോലെ തന്നെ കളക്ട്രേറ്റ്, അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളൊക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടൗൺ തന്നെയാണ് കാസർഗോഡ് ടൗൺ. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലും മറ്റു ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ അനുസരിച്ച് അണ്ടർ പാസേജും ഈ ഒരു പ്രദേശത്ത് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അണങ്കൂർ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ അണ്ടർ പാസേജാണ്. കുറച്ചുകൂടി വിശാലമായിട്ടുള്ള അണ്ടർ പാസേജ് വേണമെന്നൊക്കെ ആളുകൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തൊക്കെ ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ പണി കഴിഞ്ഞിട്ട് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഫസ്റ്റ് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞത് കാസർഗോഡ് ജില്ലയിലെ ഫുട് ഓവർ ബ്രിഡ്ജ് എന്നൊരു സങ്കല്പം തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്, നമ്മൾ NH-60 നമ്മളെ കേരളത്തിലുള്ള NH-60 വർക്കിൽ നമ്മൾ ആ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ആദ്യമായി കണ്ടു തുടങ്ങിയതും അത് തുറന്നു കൊടുത്ത ഒരു ജില്ലയും നമ്മളെ കാസർഗോഡ് ജില്ലയാണ്. ആ കാസർഗോഡ് ജില്ലയിൽ ഊരാളുങ്കലിൻ്റെ വർക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ വിദ്യാനഗർ കോളേജിലൊക്കെ ആളുകൾ, കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ 45 മീറ്ററുള്ള ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഏകദേശം 9-10 സ്റ്റെയറിലായിട്ടുള്ള ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുത്തതും നമ്മൾ ഊരാളുങ്കലിലെ കേരളത്തിലെ ആദ്യ റീച്ചിൽ ഊരാളുകൾ മാത്രമാണ് ഈ ഒരു ഇത്രയും നല്ലൊരു കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജനങ്ങളെയും എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ ദേശീയപാതയുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. അതേപോലെ വിദ്യാനഗർ ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് ഉണ്ട്, BC റോഡിൻ്റെ ഭാഗത്തൊരു അണ്ടർ പാസേജ് ഉണ്ട്, നായ്മാർ മൂലം അണ്ടർ പാസേജ് ഉണ്ട്. നായ്മാർ മൂലത്ത് അണ്ടർ പാസേജിന് പകരം ഫ്ലൈ ഓവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു ഫ്ലൈ ഓവർ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സമരമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ സമരം എവിടെയും എത്തിയില്ല. പക്ഷേ അണ്ടർ പാസേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സന്തോഷ് നഗർ ഒരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 4 മൈലും അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇന്ദിരാനഗർ ഒക്കെ നമ്മൾ ഈ ദേശീയപാത ഈ മെയ് മാസത്തിൽ കംപ്ലീറ്റ് തുറന്നു കൊടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഊരാളുങ്കൽ എല്ലായിടത്തും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലയിടത്തൊക്കെ കഴിഞ്ഞ ദിവസം ചിലയിടത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ കാസർഗോഡ് ജില്ലയിലല്ലാത്തത് കൊണ്ട് തന്നെ, നമ്മൾ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം രാത്രി സമയത്ത് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ എന്തായാലും രാത്രി കാലങ്ങളിലൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ട്രാക്ക് മാർക്കിങ് കാര്യങ്ങൾ എല്ലാ വർക്കുകളും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സർവീസ് റോഡിലൂടെയാണ് കൂടുതൽ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തൊക്കെ കാണുന്ന അണ്ടർ പാസേജാണ്. ഈ ഒരു അണ്ടർ പാസേജൊക്കെ നേരത്തെ കാലത്തെ വളരെ മുന്നേ തന്നെ ഇവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ മുന്നേ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 9 സ്റ്റെപ്പ് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ലാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രായമുള്ള ആളുകൾക്കും മറ്റുള്ള ആളുകളൊക്കെ അനായാസേന റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ ഒരു നല്ല മനോഹരമായിട്ട് തന്നെ ടൈല് കാര്യങ്ങളൊക്കെ വിരിച്ചുകൊണ്ടുള്ള ഒരു അണ്ടർ പാസേജാണ്. നമ്മളെ ഫൂട്ട് ഓവർ ബ്രിഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകും. ചില ഭാഗങ്ങളിലൊക്കെ ട്രാക്ക് മാർക്കിങ് കുറച്ച് ഭാഗത്ത് ബാക്കിയുണ്ട്. താറിങ്ങൊക്കെ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 6 പാനലുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ ഊരാളുങ്കൽ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ULCCയും അതോടൊപ്പം തന്നെ നമ്മുടെ KMCയും അതോടൊപ്പം തന്നെ KNRC ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മളെ ബ്രിക്സ് വാളിനകത്തല്ല ഇവിടെ അണ്ടർ പാസേജ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ 6 പാനലുകളിനകത്ത് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അലൈൻമെൻറ്റോട് കൂടി തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിൽ ദേശീയപാതയുടെ 6 വരി പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. അത് ഈ അടുത്ത് തന്നെ ആ ട്രാക്ക് മാർക്കിങ്ങിൻ്റെ വർക്ക് തന്നെ ഈ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് വർക്ക് നടക്കും. എങ്ങനെയായാലും 100% വർക്കും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വേണം പറയാം. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ യാത്ര ചെയ്യുമ്പോൾ പല ആളുകൾക്കും ട്രാക്ക് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരു സാഹചര്യം കൊണ്ട് ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഒരു 40 ഒരു ഏറ്റവും ആവറേജ് സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ളത്. അതോടൊപ്പം തന്നെ ട്രക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് ഫസ്റ്റ് ട്രാക്ക്. അതേപോലെ സെക്കൻഡ് ട്രാക്ക് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി സ്പീഡ് വാഹനം 80 സ്പീഡ് വരെയുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് സെക്കൻഡ് ട്രാക്ക്. തേർഡ് ട്രാക്ക് അത്യാവശ്യത്തിന് വളരെ എമർജൻസി ആയിട്ട് ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ട്രാക്കിലേക്ക് മാറുകയാണ്. അതായത് തേർഡ് ട്രാക്ക് എപ്പോഴും ഫ്രീ ആയിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ട്രാക്കാണ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ 2 വീലേഴ്സ് ഫസ്റ്റ് ട്രാക്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ 2 വീലേഴ്സിനും ഓട്ടോറിക്ഷയൊക്കെ നമ്മൾ 6 വരി പാതയിനകത്ത് ട്രാക്കിനകത്ത് കയറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് 6 വരിയിനകത്ത് ആക്സസ് ഇല്ല എന്നും പറയുന്നുണ്ട്. അവർ സർവീസ് റോഡിലൂടെ മാത്രം പാസ് ചെയ്ത് പോകണമെന്നൊക്കെ പറയുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ പുതിയ ദേശീയപാതയിൽ പല ആളുകൾക്കും സത്യം പറയുകയാണെങ്കിൽ പലയിടത്തും ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെട്ട MVD അല്ലെങ്കിൽ RTO ബന്ധപ്പെട്ട നമ്മളെ അതോറിറ്റി ആളുകൾക്ക് എങ്ങനെയാണ് ട്രാക്കുകളിൽ നമ്മൾ 6 വരി പാതയിൽ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന് ഒരുപക്ഷെ ക്ലാസ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം പല ആളുകളൊക്കെ ട്രാക്കൊക്കെ തെറ്റിക്കൊണ്ടൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ പ്രശ്നമില്ല. എന്നാൽ കംപ്ലീറ്റ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ ട്രാക്കൊക്കെ മാറി വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപകടമൊക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ ട്രാക്കിനകത്ത് നമുക്ക് ഓരോ ലൈനിനകത്ത് ഇങ്ങനെ ഗ്യാപ്പിട്ട് ലൈന് വെച്ച ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ആ ഭാഗത്തുനിന്ന് മാത്രമേ സത്യത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യാതെ നീളത്തിൽ കൊടുത്ത ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തുനിന്ന് സത്യത്തിൽ വാഹനം ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് മാറാൻ പാടില്ല എന്നതാണ് നിയമം. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് സെക്കൻഡ് ട്രാക്കിലേക്കൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ കൃത്യമായി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടതിന് ശേഷം സിഗ്നലൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമാണ് ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്കൊക്കെ മാറേണ്ടത്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിദേശത്തൊക്കെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കേരളത്തിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് നമ്മൾ 6 വരി പാതയിലും ഇതുവരെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് ശീലമില്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. എന്നാലും ഏകദേശം മറ്റുള്ള ആളുകൾക്കും മറ്റ് സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ യാത്ര ചെയ്യുകയും അതേപോലെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ 8 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റീച്ച് നമ്മളെ മെഗാ കമ്പനിയുടെ റീച്ചാണ്. അതായത് ഇന്ദിരാനഗർ കഴിഞ്ഞിട്ടുള്ള പ്രദേശം തൊട്ടാണ് മെഗാ കമ്പനിയുടെ റീച്ച്. അത് ഇന്ദിരാനഗർ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത മെഗാ കമ്പനിയുടെ വർക്കാണ് എടുത്തുള്ളത്. മെഗാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ടാസ്ക്കായിട്ട് നമ്മൾ ULCCയെക്കാട്ട് കുറച്ചുകൂടി ടാസ്ക് കൂടിയ വർക്കാണ് മെഗാ കമ്പനി കിട്ടിയത്. എങ്ങനെയായാലും ULCC കിട്ടിയ വർക്ക് വളരെ 100% വൃത്തിയും വെടുപ്പിലും ആളുകളെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ദേശീയപാതയുടെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക്
പറയാനുള്ളത്. ഇന്ദിരാനഗർ കഴിഞ്ഞ് ചെർക്കള ഭാഗങ്ങളിലാണ് പിന്നെ മെഗാ കമ്പനിയുടെ വർക്കുള്ളത്. ആ ചെർക്കള ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെയൊക്കെ ചെർക്കള ഭാഗത്തൊക്കെ ഇപ്പോഴും അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെഗാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ULCC ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ULCC ഒരുപാട് മുന്നിൽ തന്നെയാണ്. നമ്മൾ കേരളത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു റീച്ച് തന്നെ നമ്മളെ കാസർഗോഡിൻ്റെ ULCC മലയാളി അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട്ടുകാരൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു ULCC കമ്പനിയിൽ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വർക്കും നല്ല രീതിയിൽ വൃത്തിയിൽ വെടുപ്പിലൊക്കെയാണ്. ഇവിടെയുള്ള ക്രാഷ് ബാരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റോടും അതോടൊപ്പം തന്നെ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ULCC കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഫുട്പാത്ത്, ഡ്രൈനേജ് ഇതിൻ്റെയൊക്കെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി. ഫുട്പാത്തിൻ്റെ ഭാഗത്തൊക്കെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ പലയിടത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതും നമുക്ക് ഈ ULCCയുടെ റീച്ചിൽ മാത്രമാണ് ഇത്രയും 100% കംപ്ലീറ്റ് ആക്കിയത്. അതോടൊപ്പം തന്നെ മലപ്പുറം റീച്ചിലും ചില ഇടങ്ങളിലൊക്കെ അത്തരത്തിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ മലപ്പുറം റീച്ചിലും നമുക്ക് KNRCയുടെയും റീച്ചിലൊക്കെ ഇതേപോലെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആദ്യം നമ്മൾ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് യാത്രക്കാർക്കായി തുറന്നു കൊടുത്തത് നമ്മളെ ULCC ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗം എന്നുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മെഗാ കമ്പനിയുടെ വർക്കാണ്. മെഗാ കമ്പനിയുടെ വർക്കിൻ്റെ ആ ഭാഗത്തൊക്കെ നേരത്തെ ദേശീയപാതയിൽ താറിങ്ങൊക്കെ ചെയ്ത ഭാഗമൊക്കെ കംപ്ലീറ്റ് മണ്ണൊക്കെ പിടിച്ച് പഴയ ദേശീയപാത പോലെയൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആസ്റ്റർ മിംസിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ച് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ചെർക്കള ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെർക്കള ഭാഗത്ത് 3 വരിയുടെ കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 3 വരിയുടെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് ചെർക്കള ചട്ടഞ്ചാല ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ മെഗാ കമ്പനി എടുത്തുകൊണ്ടിരിക്കുന്നത്. 3 വരിയിൽ കോൺക്രീറ്റിങ് കഴിഞ്ഞു. അടുത്ത 3 വരിയിലെ പില്ലറിൻ്റെ മുകളിൽ ഗേഡർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തും അത്തരം വർക്കുകൾ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മെഗാ കമ്പനിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ അണ്ടർ പാസേജ് വേണം, ഫ്ലൈ ഓവർ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഈ കുറച്ച് മുന്നേയുള്ള പ്രദേശത്തൊക്കെ അണ്ടർ പാസേജൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സമരം ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കാസർഗോഡ് ബീച്ചിലുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് ചെർക്കളം ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് മെഗാ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ പ്രദേശത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ദേശീയപാതയിലെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ യൂട്യൂബിൽ എന്തൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.